വയനാട് സൂചിപ്പാറയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരിൽ 2 പേരെ ഹെലികോപ്റ്റർ മാർഗം പുറത്തെത്തിച്ചു. കുടുങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന് പോയ മലപ്പുറം സ്വദേശികൾ. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ 5ാം ദിനവും തെരച്ചിൽ. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെ 6 മേഖലകളിൽ പരിശോധന. ഇതുവരെ മരണം 344. കണ്ടെത്താനുള്ളത് 206 ആളുകളെ. ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. സുരക്ഷിതമായ സ്ഥലത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും. ദുരിതാശ്വാസ നിധി ചെലവഴിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥർ. ദുരുപയോഗം ചെയ്യുന്നതിനാൽ QR കോഡ് പിൻവലിക്കുന്നതായും മുഖ്യമന്ത്രി. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്ത് VD സതീശൻ. ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം. ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ. ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ. തിരുവനന്തപുരം വേളിപ്പൊഴിത്തീരം നിറഞ്ഞു മാലിന്യം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം എത്തുന്നത് ഇവിടെ. ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ്. പ്രസിദ്ധമായ വേളിപ്പൊഴി. നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതിയില്ലാത്തത് പ്രതിസന്ധി. കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ. പിതൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലടക്കം വൻ തിരക്ക്. ആലുവ, മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മനു ഭാക്കറുടെ ഹാട്രിക് മെഡൽ സ്വപ്നം പൊലിഞ്ഞു. വനിതകളുടെ 25 മീറ്റർ വിഭാഗത്തിൽ താരം 4ാം സ്ഥാനത്ത്. അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി ക്വാർട്ടറിൽ.